നമ്മുടെ ആദ്യ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. ആദ്യ വീഡിയോയിൽ പറയാനുള്ളത് തെറ്റായ ഒരു സന്ദേശം. അത് എന്താണെന്ന് വെച്ചാൽ, യേശുവെ എൻ്റെ കാലഘട്ടത്ത് യേശു പറഞ്ഞു എന്ന് പറയുന്ന ഒരു വാക്യം. അതായത്, പത്രോസേ നീ പാറയാകുന്നു, നിന്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്നുള്ളൊരു വാക്യം. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്നൊക്കെ ഉള്ള ഒരു വാക്യം. ആ ഒരു വാക്യത്തിൻ്റെ ഇതിൽ പത്രോസ് ആണോ പാറ, യേശു ആണോ പാറ എന്നുള്ള കാര്യമാണ് നമ്മൾക്കറിയേണ്ടത്. ഞാൻ പഠിച്ച ഭാഗത്ത് യേശുവാണ് പാറ. പത്രോസ് ചില സ്ഥലത്ത് കല്ലും ചില സ്ഥലത്ത് തൂണുമാണ്. അത് പഴയ നിയമത്തിലേക്ക് നമുക്ക് ആദ്യമേ കിടക്കാം. പഴയ നിയമത്തിന് കൊണ്ടുവന്നല്ല, നമ്മൾ ജനിച്ചപ്പോൾ പുതിയ നിയമക്കാരൊക്കെ ആയിപ്പോയതിൻ്റെ പേരിൽ പഴയ നിയമത്തിലുള്ള ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കിയിട്ട് പുതിയ നിയമത്തിലേക്ക് വരാം. അപ്പോൾ യെശയ്യാവ് 28:16 അതിപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായ പരിശോധന ചെയ്ത കല്ല്, വിലയേറിയ മൂലക്കല്ല്, ഒരു അടിസ്ഥാനക്കല്ല് ഇട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവൻ തിടുക്കം കൂട്ടുകയില്ല. വിശ്വസിക്കുന്നവൻ തിടുക്കം കൂട്ടുകയില്ല. പഴയ നിയമ പുതിയ നിയമത്തിലെ കല്ലാണ് കേട്ടോ. ഈ പഴയ നിയമത്തിലെ കല്ല് തന്നെയാണ് ഈ പുതിയ നിയമത്തിലെ കല്ല്. പിന്നെ അടുത്തത് കൊടുത്തിരിക്കുന്നു പഴയ നിയമം സങ്കീർത്തനത്തിൽ. സങ്കീർത്തനം 18-ാം അധ്യായം 22-ാം വാക്യം. അത് ഇപ്രകാരം പറയുന്നു, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. അടുത്തത് റോമർ 9-ാം അധ്യായം 9-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യം. ഇതാ ഞാൻ സിയോനിൽ ഇടർച്ച കല്ലും തടങ്കൽ പാറയും വച്ചിരിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും, ഇത് അടുത്ത സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നു. അത് 1 കൊരിന്ത്യർ 3-ാം അധ്യായം 11-ാം വാക്യമാണ്. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പം അടിസ്ഥാനം ഉദ്ദേശിക്കുന്ന പാറ തന്നെയല്ലേ? പത്രോസാണോ അത് യേശുവാണോ? അപ്പം ഇനി പത്രോസിൻ്റെ സിംഹാസനമൊക്കെ അവിടെ ഇരിക്കട്ടെ, ഒരു പ്രയോജനമില്ല. പത്രോസിൻ്റെ എന്നല്ല, 12 ശിഷ്യന്മാർക്കും കൊടുത്തിട്ട് ആരും ഒന്നുമില്ല. അതിനെക്കുറിച്ചും സൗകര്യം പോലെ നമുക്ക് പറയാം. ഇനിയും കിടക്കുന്നു അനേക സ്ഥലങ്ങളിൽ. കുറച്ചും കൂടി വ്യക്തത വരുന്ന ഒരു ഇതാണിത്. കൊരിന്ത്യരിൽ തന്നെ 1 കൊരിന്ത്യരിൽ 10:4 അത് മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ ജനത്തെ കൊണ്ടുവരുമ്പോൾ ഉള്ള ഒരു ഇതാണത് കൊടുത്തിരിക്കുന്നത്. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചും തങ്ങളെ അനുഗമിച്ചും ആത്മീയ പാറയിൽ നിന്നത്രേ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. അപ്പോൾ ഏത് പാറ? തിരുവെഴുത്ത് പ്രകാരം പറഞ്ഞ ആ പാറ ക്രിസ്തു ആയിരുന്നു. ഇസ്രായേൽ ജനം വെള്ളം കുടിച്ചതും ക്രിസ്തുവിൽ നിന്നായിരുന്നു എന്ന് നമ്മൾ അറിയേണ്ട കാലം പണ്ടേ ആയിരുന്നു. പത്രോസല്ല പാറ എന്ന് ഇപ്പോൾ ബോധ്യമായില്ലേ?
അടുത്ത സ്ഥലത്ത് എഫേസ്യർ 2-ാം അധ്യായം 20-ാം വാക്യം. അത് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായി നിങ്ങളെ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. അപ്പോൾ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും എന്ന അടിസ്ഥാനത്തിലാണ്, അല്ലാണ്ട് പാറ എന്നുള്ള അടിസ്ഥാനത്തിൽ അല്ല. ഈ വാക്യം ഒന്നും കൂടെ ശ്രദ്ധിക്കുക. എഫേസ്യർ 2-ാം അധ്യായം 20-ാം വാക്യം. അത് ഇപ്രകാരമാണെന്ന് മനസ്സിലാക്കുക. ക്രിസ്തു എന്നത് ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായി നിങ്ങളെ അപ്പോസ്തലന്മാരും, അവർ അപ്പോസ്തലന്മാരായിട്ട് ഇത് ചെയ്തിട്ടുള്ളൂ, പ്രവാചകന്മാരുമായിട്ട് കൂട്ടിയിട്ടുള്ളൂ എന്ന അടിസ്ഥാനത്തിലാണ്. അല്ലാതെ അവർ പത്രോസ് ഇപ്പോൾ പാറയല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു ശിഷ്യന്മാരും പാറയല്ല. അത് ഇനി നിങ്ങൾ എവിടെയെല്ലാം കൊണ്ടുവന്ന് നിരത്തിയിട്ടും ഒരു പ്രയോജനവുമില്ല. ഇത് സത്യമാണെങ്കിൽ, ഈ തിരുവെഴുത്ത് സത്യമാണെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം. തെറ്റുണ്ടെങ്കിൽ തിരുത്താം. ഞാൻ തയ്യാർ. ഇതുപോലെ അനേക സ്ഥലങ്ങളിൽ, എന്ന് വെച്ചാൽ തിരുവെഴുത്ത് എഴുതിയിരിക്കുന്ന നമ്മുടെ ബൈബിൾ ഭാഗങ്ങളിൽ അനേക സ്ഥലങ്ങളിൽ ഉണ്ട്. ഇതുപോലെ തന്നെ ഇത് വെച്ചിട്ടുണ്ട്, തെളിവുകൾ സഹിതം. നമ്മളാരും ബൈബിൾ പരിശോധിക്കാറുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അതിൻ്റേതായ ഇതുകൊണ്ടാണ്. ഇവിടെ ശിഷ്യന്മാർ എന്ന് പറയുന്നത് കല്ലുകൾ ആണ്. കല്ലുകൾ എന്നുള്ളൊരു വാക്കാണ് അവിടെ ഇത് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ പെട്രൂസ് എന്നൊരു വാക്ക്, പെട്രോസ് എന്ന് പറഞ്ഞാൽ കല്ല്. നമ്മുടെ മലയാളത്തിൽ വരുമ്പോൾ കല്ലെന്നാണ്. നമ്മൾ പാറ എന്ന് പറയുന്നതാണല്ലോ വലുത്, അടിത്തറയായി വരുന്നത്. നമ്മൾ ശരിയായ രീതിയിൽ ഓരോ ക്രിസ്ത്യാനിയും അവനെ ശുദ്ധീകരിച്ച് അവനെ കല്ലുകളായി രൂപാന്തരപ്പെടുമ്പോഴാണ് അവൻ ഒരു ക്രിസ്തീയ വിശ്വാസിയാകുന്നത്. അല്ലാതെ നമ്മൾ നമുക്കിടെ വായി തോന്നുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്തു കുറേ പള്ളി പിടുത്തമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല ക്രിസ്ത്യാനികളെ സംബന്ധിച്ചുള്ളത്. ക്രിസ്ത്യാനിറ്റി എന്താണെന്നുള്ളതിനെക്കുറിച്ചും വ്യക്തമായ ക്ലാസ്സുകൾ തരും. സൗകര്യമുള്ളവർക്ക് അത് കേൾക്കാം. അല്ലാതെ തിരുവെഴുത്ത് വളച്ചൊടിച്ച് പെന്തക്കോസ്തുകാരെ പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള സഭയിലുള്ള ആളുകളെ പോലെയോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു സഭയും തൽക്കാലം എനിക്ക് അപമാനിക്കാനോ നാണം കെടുത്താനോ ഇതിനൊന്നും എനിക്ക് താല്പര്യമില്ല. തിരുത്താൻ മനസ്സുള്ളവർക്ക് തിരുത്താം. ഞാൻ അപ്പം എന്നെക്കാളും ഒത്തിരി പണ്ഡിതന്മാർ വേറെയുണ്ട്. അവരാരും ഇതുകൊണ്ട് പറഞ്ഞു തന്നിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിലേക്ക് അറിയിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ സൗകര്യമുള്ളവർ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട മറ്റുള്ളവർ അറിയട്ടെ. എന്നുവെച്ചാൽ ഇതല്ല ശരി, ഇത്രയും നാളും കേട്ടതൊന്നുമല്ല ശരി, ശരിയായ വാക്കുകൾ ഇത് തന്നെയായിരുന്നു എന്ന് ഇനി നിങ്ങൾക്ക് ഇതിന് കൂടാതെ തന്നെ വേറെ സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. പത്രോസ് 2:16 മുതൽ 8 വരെ, അപ്പോസ്തല പ്രവർത്തികൾ 10-ാം അധ്യായം 24 മുതൽ 26 വരെ, പിന്നെ ലൂക്കോസ് അത് വേറെ ഭാഗങ്ങളിലേക്ക് ഇത് ചെയ്തിരിക്കുന്നതാണ്. പക്ഷെ അത് ഒത്തിരി പോകാനുള്ളത് കൊണ്ട് ഞാൻ എന്നാലും അത് ചെയ്യുന്നില്ല. ഇതിനെക്കുറിച്ച് തന്നെ ഇനിയും അനേക സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ക്ലിയറായിട്ട് കാണാം.